ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വെറ്റ് ആൻഡ് വൈൽഡ് ഗിവ് മി മോക്കയുടെ എക്സാക്റ്റ് ഡ്യൂപ്പ്, അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഡ്യൂപ്പ് ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മി മോക്ക എന്ന് പറഞ്ഞ ഈ ഷെയ്ഡ് അറിയാത്ത ലിപ്സ്റ്റിക് ലവേഴ്സ് വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെ അറിയാത്ത ലിപ്സ്റ്റിക് ലവേഴ്സ് ഉണ്ടാവില്ല. ലിപ്സ്റ്റിക് ലവേഴ്സ് എന്തായാലും ഈ ഷെയ്ഡ് അറിയുണ്ടാവും, കാരണം അത് അത്രയും അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് ഈ ഷെയ്ഡ്. മാത്രമല്ല കുറേ പേരുടെയും ഫസ്റ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡും ഇത് തന്നെ ആയിരിക്കും, കാരണം ഇത് എല്ലാവരും കണ്ണടച്ച് വാങ്ങിക്കും, അത്രയ്ക്ക് അടിപൊളി ഷെയ്ഡാണ്. എൻ്റെയൊക്കെ ഫസ്റ്റ് ലിപ്സ്റ്റിക് ഇതായിരുന്നു. പക്ഷേ ഇത് കുറച്ച് പ്രൈസിയാണ്, എന്നാൽ അടിപൊളി ലിപ്സ്റ്റിക് ആണ്, പക്ഷെ കുറച്ച് അഫോർഡബിൾ അല്ല. 6 ഗ്രാമിന് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഇത് അഫോർഡബിൾ ആവാത്തവർക്ക് പറ്റുന്ന ഇതിൻ്റെ എക്സാക്റ്റ് ഡ്യൂപ്പ് ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഇനി വെറ്റ് ആൻഡ് വൈൽഡിൽ ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡിൻ്റെ പേര് ഗിവ് മി മോക്ക എന്നാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് E925B. ഇത് അടിപൊളി ഷെയ്ഡാണ്, ഒരു ബ്രൗൺ പിങ്കിഷ് മിക്സ്ഡ് ന്യൂഡ് കളറാണ്, അടിപൊളി ഷെയ്ഡാണ്. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ലിപ്സ് ഡ്രൈ ആക്കും. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, കുറച്ചധികം ഡ്രൈ ആക്കുന്ന പോലെ. നമുക്ക് ഒരു ലിപ് ബാം ഇട്ടതിന് ശേഷം ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, കാരണം അത് കുറച്ച് ഡ്രൈ ആക്കും. പക്ഷെ ഞാൻ ഇതിൻ്റെ ഡ്യൂപ്പ് വന്ന് പറയുന്നത് അത് തീരെ ഡ്രൈ ആക്കില്ല, ഒരു മാറ്റ് ഫിനിഷ് അല്ല, അതൊരു ക്രീമി ഫിനിഷാണ്. ഇതൊരു മാറ്റ് ഫിനിഷാണ്. അഫ്കോഴ്സ് ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, സോ അത് കുറച്ച് മാറ്റാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്പ് നന്നായിട്ട് ഡ്രൈയും ആക്കും. പക്ഷെ ഇതൊരു നല്ല ഷെയ്ഡാണ്, ഞാൻ എപ്പോഴും റീപർച്ചേസ് ചെയ്യുന്നൊരു ഷെയ്ഡ് കൂടാണിത്. കാരണം ഇത് അത്ര ബ്രൈറ്റ് അല്ല, കുറച്ച് നമ്മുടെ സ്കിന്നായിട്ട് നല്ലോണം ബ്ലെൻഡ് ആവുന്ന, എന്നാൽ നമ്മൾ ഫേസിന് നല്ലൊരു ഭംഗി കൊടുക്കുന്ന ഒരു ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഞാനത് എപ്പോഴും റീപർച്ചേസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഒരു ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക് കൂടെയാണ്. ഇതിന് ഷെയ്ഡ് വന്നിട്ട് ഞാൻ വാം ലൈറ്റിലും സാധാ ലൈറ്റിലും കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള ഡ്യൂപ്പ് ഏതാണെന്ന് നോക്കാം. ഇത് ഞാൻ ഉപയോഗിച്ച് അതിൻ്റെ നെയിം വരെ ഫെയ്ഡായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ലിപ്സ്റ്റിക്കാന്ന് വെച്ചാൽ ബ്ലൂ ഹെവൻ്റെ ഷെയ്ഡ് വന്നിട്ട് 307 ചോക്ലേറ്റ് സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്, മാറ്റ് ഫിനിഷ് അല്ല, ക്രീമി ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് ക്രീമി ടെക്സ്ചറാണ് തരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളെ ലിപ്പ് ഡ്രൈ ആവില്ല. ഇത് സ്വാച്ച് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ഷെയ്ഡ് എന്ത് കറക്റ്റായിട്ടാണ് വരുന്നത്, സെയിം ആയിട്ടാണ് വരുന്നതെന്ന്. നല്ല മാച്ച് ഉണ്ട് അല്ലേ. ഇത്രയും മാച്ച് ഷെയ്ഡിൽ ഇതിലും അഫോർഡബിളായിട്ട് നമുക്ക് ഈ ഗിവ് മി മോക്കയ്ക്ക് ഡ്യൂപ്പ് കിട്ടില്ല, കാരണം ഈ ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസ് വന്നിട്ട് അത്രയും കുറവാണ്. കോളേജ് സ്റ്റുഡൻസിന് ഡെയിലി യൂസിന് പറ്റുന്ന അടിപൊളി ഷെയ്ഡായ ലിപ്സ്റ്റിക് കൂടെയാണ് ഇത്. അത്രയും അഫോർഡബിളുമാണ്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക് കൂടെയാണ് ഇത്. ഇത് ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മളെ ലിപ്പിനെ ഒട്ടും ഡ്രൈ ആക്കില്ല. ഇതെല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു അടിപൊളി ഷെയ്ഡ് കൂടെയാണിത്. ഇത് ഞാൻ ഉപയോഗിച്ച് തീരാറായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ബിലോ 100 ആണ്. നമുക്ക് 4 ഗ്രാംസിന് 100 ബിലോ ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ 80-85 കിട്ടും. ഞാൻ 80 ആ പ്രൈസിനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ബട്ട് ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ഇത് ട്രാൻസ്ഫർ ആവും. ഇതൊരു അടിപൊളി ഷെയ്ഡാണ്, എല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, നമുക്ക് കോളേജിലേക്കും ഡെയിലി യൂസിനൊക്കെ പറ്റിയ അടിപൊളി ഷെയ്ഡ് തന്നെയാണ്, എന്നാൽ നല്ല അഫോർഡബിളുമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഗിവ് മി മോക്ക ഷെയ്ഡിന് ഇതിലും നല്ല വേറെ ഏതെങ്കിലും അതേ മാച്ചായിട്ടുള്ള ഏതെങ്കിലും ഷെയ്ഡ് അറിയാവുന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഷെയ്ഡ് നെയിം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം.